മക്കളെ, നമുക്കിന്ന് രൂരു എന്ന കഥ മലയാളത്തിൽ പറയാം. അതായത് അതിൻ്റെ സമ്മറി, ആ കഥ ഫുള്ളായിട്ട് മലയാളത്തിൽ പറയുകയാണ്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലുണ്ട്. തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾ എടുത്ത് കാണുക. നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ഞാൻ നോക്കി അതിനുള്ള മറുപടി തരുമ്പോഴേക്കും നിങ്ങൾക്ക് സമയം വൈകുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് വീണ്ടും സെൻഡ് ചെയ്ത് തരുന്നതിന് യാതൊരു മടിയും ഉണ്ടായിട്ടല്ല. നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ തുടർച്ചയായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മലയാളത്തിൽ, ഇതിൻ്റെ കഥ മലയാളത്തിൽ നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. കങ്കാരുവിൻ്റെ കുട്ടികളെ ജോയ്സ് എന്നാണ് വിളിക്കുന്നത്. നായയുടെ കുട്ടിയെ നായ്ക്കുട്ടി എന്നും, അതായത് നായക്കുട്ടിയെ പിള്ള എന്നും, പൂച്ചക്കുട്ടിനെ ബിലൗട്ട എന്നും വിളിക്കുന്നത് പോലെ കങ്കാരു കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ് ജോയ്സ്. അവൻ്റെ അമ്മ അവനെ വിളിച്ചിരുന്നത് രൂരു എന്നായിരുന്നു. കാരണം അവൻ എപ്പോഴും കരയുമായിരുന്നു. എന്തിനാ കരയുന്നത്? അമ്മ വീണ്ടും ചോദിച്ചു. മോനെ, നിനക്ക് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ? പോക്കറ്റിൽ നിന്ന് ആ സമയത്ത് ഒരു നേർത്ത ശബ്ദം വന്നു. അതെ, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല, അതുകൊണ്ടാണ് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല എന്ന് ആ കങ്കാരുവിൻ്റെ കുഞ്ഞു രൂരു പറയുകയാണ്. അത് കേട്ട് അമ്മ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങുന്നു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അതുകൊണ്ടായിരുന്നല്ലേ എൻ്റെ കുഞ്ഞെങ്ങനെ ദുഃഖിച്ചിരുന്നത് എന്ന് അമ്മ ചോദിക്കുന്നു. ആ കങ്കാരു, അതായത് അമ്മ കങ്കാരു ഏറെ നേരം തുള്ളിച്ചാടി തന്നെ ഇരുന്നു. രൂരു ഇപ്പോൾ സമയമായി എന്താണ് അമ്മ പറയാണ്. രൂരു, ഇപ്പോൾ സമയമായി, നിനക്ക് പുറത്തേക്ക് വരാനുള്ള സമയമായി എന്ന് അമ്മ എന്താ പറയുക, രൂരുവിനെ വിളിക്കുകയാണ്. എൻ്റെ മടിയിൽ നിന്ന്, അതായത് എൻ്റെ സഞ്ചിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നോളൂ, പുറത്തു പോയിട്ട് നീ കൂട്ടുകാരെ ഉണ്ടാക്കിക്കോളൂ എന്ന് അമ്മ പറയുന്നു. രൂരു കുറച്ച് ഭയത്തോടെയും കുറച്ച് മടിയോടെയും ഒക്കെ പുറത്തേക്ക് എത്തി നോക്കി. അമ്മയുടെ പോക്കറ്റിൽ നിന്നൊന്ന് പുറത്തേക്ക് എത്തി നോക്കി. അപ്പോൾ അവൻ കണ്ട ലോകം വളരെ വലിയ ലോകമായിരുന്നു. അത് അവന് വളരെ മനോഹരമായി തോന്നുകയും അതിലെ നിറങ്ങളും അതിലെ ശബ്ദങ്ങളും ലോകത്തിലെ സുഗന്ധവും എല്ലാം അവൻ വളരെയധികം അത്ഭുതമായിട്ടാണ് തോന്നിയത്. അവനാകെ സ്തബ്ധനായി നിന്ന് പോയി, പകച്ചു നിൽക്കുകയാണ് ഈ ഭംഗിയൊക്കെ കണ്ടിട്ട്. പുറത്ത് ഇത്രയും വലിയ ലോകമായിരുന്നു എന്ന് അവൻ അറിയുമായിരുന്നില്ല അല്ലേ. അപ്പൊ അവൻ ആ ലോകം കണ്ട ആകെ സ്തംഭിച്ച്, അതായത് ആകെ എന്താ പറയാ, പകച്ചു നിൽക്കുകയാണ്. കുറച്ച് സമയം അമ്മ ഇങ്ങനെ അവനെ കാത്തു നിന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി വരും എന്ന് കരുതിയിട്ട് അമ്മ ക്ഷമയോടെ നിന്നു. പിന്നെ പതിയെ അവനങ്ങനെ ചുമലിൽ തട്ടുകയാണ് പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ രൂരു പോക്കറ്റിൽ നിന്ന് സ്വയം പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു. ആ ശ്രമം അമ്മ നോക്കി നിൽക്കുന്നു. രൂരു പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണ് രൂരു ഒരു കാഴ്ച കണ്ടത്. എന്തായിരുന്നു? താഴെയുള്ള ഒരു മരച്ചില്ലയിൽ ഒരു കിളി ഇങ്ങനെ പാട്ട് പാടിയിരിക്കുന്നതായിട്ട് അവൻ കണ്ടു. കിളിയോട് രൂരുവിന് ആ സമയത്ത് ചോദിക്കാൻ തോന്നി, അവൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണോ, അവനെ കൂടെ പാട്ട് പഠിപ്പിക്കുമോ എന്നൊക്കെ അവന് ചോദിക്കാൻ തോന്നി. പക്ഷേ അപ്പോഴേക്കും കിളി എന്ത് ചെയ്തിരുന്നു? ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് അവൻ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ രൂരു പറയും, നിൽക്കൂ പോവരുതേ എന്ന് പറയും. കിളിയുടെ പിന്നാലെ ചാടിക്കൊണ്ട് രൂരു വിളിച്ചു പറഞ്ഞു. കിളി പറഞ്ഞു, എനിക്ക് നിൽക്കാൻ കഴിയില്ല, വളരെ മോശമായ, അതായത് എൻ്റെ അവസ്ഥ, എനിക്ക് നിൽക്കാൻ പറ്റിയ അവസ്ഥയല്ല, വളരെ അപകടം ഉണ്ട്, എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം എന്ത് അപകടമാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കിളി പറയുന്നു, കഴിഞ്ഞ രാത്രി നല്ല കൊടുങ്കാറ്റായിരുന്നു, തൂഫാൻ കൊടുങ്കാറ്റ് കാരണം എൻ്റെ കൂടൊക്കെ ചിതറിപ്പോയി. എൻ്റെ കുഞ്ഞുങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ വീണ് പോയിട്ടുണ്ടാകുമോ എന്ന് ആ കിളി ഭയപ്പെടുകയാണ് അല്ലേ. വീണ് പോയിട്ടുണ്ടായിരിക്കും. ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല, എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു. അവനും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് കൂട് ശരിയാക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു എന്ന് ആര് പറയുന്നു? രൂരു പറയുകയാണ്.
പക്ഷിക്കുഞ്ഞ് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ രൂരു എന്ത് ചെയ്തു? രൂരു പക്ഷിയോടൊപ്പം പോയി. പക്ഷി അവിടുന്ന് പറന്ന് പോയി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയതാണല്ലോ. ആ സമയത്ത് രൂരു എന്ത് ചെയ്തു? രൂരുവും പക്ഷിയോടൊപ്പം പോയ സമയത്ത് എന്താണ് കണ്ടത്? കുട്ടികൾ നിസ്സഹായരായിട്ട് നിലത്ത് കിടക്കുന്നു. പക്ഷി ഉച്ചത്തിൽ കരഞ്ഞു. അത് കണ്ട പക്ഷി ഉച്ചത്തിൽ കരയാണ്. ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ട്, ആ പക്ഷിയുടെ ശബ്ദം കേട്ടിട്ട് അവിടേക്ക് ആരോടി വരുന്നു? അവൻ്റെ കൂട്ടുകാരൻ അവിടേക്ക് പറന്നു വരുന്നു. എന്നിട്ട് രണ്ടുപേരും സങ്കടത്തോടെ ഇരിക്കുകയാണ്. ആ രണ്ടുപേരും സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് രൂരുവിന് ഒരാശയം തോന്നി. രൂരു പറയാണ്, എനിക്കൊരു സ്ഥലം അറിയാം. അതായത് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയൊരു സ്ഥലം എനിക്കറിയാം. ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ പറക്കാൻ പ്രാപ്തരാകുന്നത് വരെ അവർക്ക് അവിടെ സുഖമായി താമസിക്കാം. അങ്ങനെയുള്ളൊരു സ്ഥലം എനിക്ക് അറിയാം എന്ന് പറയുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? രൂരുവിൻ്റെ സഹായത്തോടെ പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയോ? രൂരുവിൻ്റെ സഹായത്തോടെ അമ്മ എന്ത് ചെയ്യുന്നു? ഈ പക്ഷിക്കുഞ്ഞുങ്ങളെയെല്ലാം അതായത് കങ്കാരു അമ്മയുടെ സഞ്ചിയിലേക്ക് പതുക്കെ എടുത്തു വയ്ക്കുന്നു. മൃദുലമായ സഞ്ചിയിലേക്ക്, ആ സോഫ്റ്റ് ആയിട്ടുള്ള സഞ്ചിയിലേക്ക് പക്ഷിക്കുഞ്ഞുങ്ങളെ രൂരുവിൻ്റെ സഹായത്തോടെ അതിലേക്ക് കയറ്റുന്നു. ഇനി ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഒരപകടവും ഉണ്ടാവുകയില്ല. അങ്ങനെ പക്ഷികൾക്ക് സന്തോഷമായി. പക്ഷികൾ സന്തോഷത്തോടെ പാട്ട് പാടാൻ തുടങ്ങുന്നു. രൂരുവിനെ കൂടെ അവർ പാട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ ആ രാത്രി രൂരു വളരെ പതുക്കെയും വളരെ ശ്രദ്ധയോടെയുമാണ് അമ്മയുടെ സഞ്ചിയിലേക്ക് കയറിയത്. കാരണം എന്താണ്? അവിടെ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടല്ലേ. അവൻ വളരെ ശ്രദ്ധയോടെ അതിലേക്ക് കയറി. അവൻ പക്ഷികളുടെ അരികിൽ അങ്ങനെ അമർന്നു കിടന്നു. അവരുടെ അടുത്ത് തന്നെയായിട്ട് അമർന്നു കിടന്നു. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല. അവന് ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ. അപ്പോൾ അതാണ് നമ്മുടെ കഥ. വളരെ മനോഹരമായ ഒരു കഥയാണ്. ഇതിൻ്റെ മീനിങ് ഫുള്ളായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തന്നെ എല്ലാതും മീനിങ് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി, പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ, എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാതും വഴിയേ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക. ഓക്കെ.